ഈ പുഞ്ചിരിവട്ടത്ത് നിന്ന് 2 മലകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങി മുണ്ടക്കൈ അങ്ങാടിയെയും ചൂരൽമലയെയും കുത്തിയൊഴുക്കി ചാലിയാറിലേക്ക് വലിയ ദുരന്തമായി ഒലിച്ചിറങ്ങിയ ഉരുൾപൊട്ടലിന്റെ ഉള്ളുപൊട്ടി വയനാടിനെ ഒലിച്ചിറക്കിയ ആ ദുരന്തത്തിന്റെ ആഴം എത്രമാത്രം വലുതാണെന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. വലിയ ഉരുളൻ പാറകൾ വീടുകളെ തകർത്ത് കടപുഴക്കി, വലിയ മരങ്ങൾ, അങ്ങനെ മരവും കല്ലും മണ്ണും എല്ലാമായി ഒരു വലിയ പ്രദേശത്തേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ കണ്ട ആകാശ ദൃശ്യങ്ങളെക്കാട്ടിലും ഭീതിതമാണ് മുകളിലോട്ട് ചെല്ലുന്തോറും ഈ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്ന കാഴ്ച. നൗഫലും മുബഷീറും വീണ്ടും അതിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം സൈന്യം ബെയിലി പാലം തയ്യാറാക്കും. അത് കഴിഞ്ഞാൽ പുഴ മറികടന്ന് JCB അടക്കമുള്ള ഉപകരണങ്ങൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയും. മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തണമെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം. കാരണം 211 പേരെ ഇപ്പോഴും കാണാനില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന് ബന്ധുക്കളുടെ അടക്കം പരാതിയായി അല്ലെങ്കിൽ വിവരങ്ങളായി ലഭിച്ചിരിക്കുന്നത്. 98 പേരെന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ സർക്കാരിന്റെ കണക്ക്. പക്ഷേ അത് 211 എന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. കാണാതായവരിൽ എത്ര പേർ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും? അവരെവിടെയാണ്? എവിടെയെങ്കിലും രക്ഷപ്പെട്ട് ജീവൻ രക്ഷപ്പെട്ടുകയും രക്ഷാദൌത്യത്തിന് വേണ്ടി അവർ കൈനീട്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കുമോ? മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ ഇരുഭാഗങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഈ മലവെള്ളപ്പാച്ചിലിന്റെ സൂചന കിട്ടി രക്ഷപ്പെട്ടു ഓടിയവരുണ്ടാകാം. അവരെ രക്ഷിക്കുക, ജീവനുള്ളവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നുള്ളതിനാണ് ആദ്യത്തെ പരിഗണന. നൗഫൽ കുറച്ചുകൂടി മുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൗഫൽ, ഇപ്പോൾ നമ്മൾ മറുഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാന്തരമായി 2 സ്ഥലത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ഉരുൾപൊട്ടി തകർന്ന വീടുകളും ഈ നടുക്ക് ഞാൻ നടന്നു പോകുന്നത് ഇപ്പോൾ ടാറിട്ട റോഡാണ്. ആ റോഡിന്റെ ഒരു ഭാഗം മാത്രമുണ്ട്. ഇവിടെ നിന്നും നമുക്കിനി ഈ ബിൽഡിംഗിനകത്ത് സ്മെല്ലുണ്ട്. ഇപ്പൊ നമ്മള് 3 ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 3 കസാരയിലാണ് ഇരിക്കുന്നത്. കസാല ഇരിക്കുന്നത് എന്താ വെച്ചാൽ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന വലിയ മെഷീൻ വേണം. അതുപോലെ തന്നെ വലിയ ഹാമർ. മരണസംഖ്യ സാധനങ്ങളുള്ളത് നമുക്ക് വേണ്ടത് ഏറ്റവും കുറച്ച് ഹൈ പവറുള്ള ഹാമറാണ് നമുക്ക് വേണ്ടത്. ഈ ബിൽഡിംഗിനകത്ത് സ്മെല്ല് വരുന്നുണ്ട് നന്നായിട്ട്. അവിടെ 3 ആളുകൾക്ക് കസാരയിലാണ് ഇരിക്കുന്നത്. മൃതദേഹങ്ങൾ മെസ്സറയിലാണ് ഇരിക്കുന്നത്. സായാവസ്ഥയിൽ അവർ ഇരുന്ന് പോയതായിരിക്കാം. ആ രസത്തിലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എസ്റ്റിഫയുടെ ഒരു 10-25 ആളുകൾ നിലവിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 മണിക്കൂർ എത്തിയതാണ്. ഈ ഭാഗത്തുനിന്ന് രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ ആളുകൾ പറയുന്നത് ഈ ഒരു വീട്ടിൽ 3, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് ഇവർ കൂടി പോയി കണ്ട് സ്ഥിരീകരിക്കുകയാണ്. 3 മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്. അത് പുറത്തെത്തിക്കണമെങ്കിൽ ഈ കുറച്ചുകൂടി വലിയ ആയുധങ്ങൾ വേണ്ടിവരുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാഴ്ച കാണാനാവും. പൂർണ്ണമായി തകർന്ന വീടുകൾ. മുബഷീർ, ഈ ഭാഗത്തേക്കൊന്ന് ക്യാമറ. ഈ ഭാഗത്ത് ഒരു വീട് പൂർണ്ണമായും നിലം പതിച്ച ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അവിടെ രക്ഷാപ്രവർത്തകർ ആ വീട്ടിനകത്തേക്ക് ഈ മരങ്ങളും തടികളും ഒക്കെ കയറിയ വീട്ടിനകത്തേക്ക് കടന്ന് ആ മരങ്ങൾ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തിൽ ഇപ്പോൾ സൈന്യം കൂടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. 100-ലധികം ആളുകൾ രക്ഷാപ്രവർത്തകർ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഈ റോഡിന്റെ താഴ്വശത്തുള്ള ഒരു വീട്, ആ വീടിന്റെ മേൽക്കൂര കോൺക്രീറ്റ് വീടാണ്. ആ വീട് പൂർണ്ണമായും ഇരുന്നു പോയ നിലയിലാണുള്ളത്. ആ വീട്ടിൽ 3 പേരുണ്ടെന്നാണ് പറയുന്നത്. 3 മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സൈന്യം സ്ഥിരീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച അതിഭീകരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ, അതായത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഒരു അപകടം എന്നതിലപ്പുറം ഇതിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് താഴെ നിന്നും കയറുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലായത്. കാരണം 2 കിലോമീറ്ററോളം നമ്മുടെ കണ്ണിന്റെ കാഴ്ച പരിധിയുള്ള ആ സ്ഥലം മുതൽ ഇങ്ങോട്ട് 600-700 മീറ്ററോളം വീതിയിൽ മലവെള്ളം കുത്തിയൊലിച്ചതിന്റെ പാടുകളും താഴെ ഇപ്പോഴും ഹുങ്കാര ശബ്ദത്തിൽ ഒഴുകുന്ന ആ മലവെള്ളവുമാണ് നമ്മൾ ഒരു ഭാഗത്ത് കണ്ടത്. പിന്നീട് മുകളിലേക്ക് കയറുമ്പോൾ ഒരു ഭാഗത്ത് കല്ലും പാറക്കൂട്ടങ്ങളും ഒക്കെ റോഡിൽ വലിയ 3 ആൾ പൊക്കത്തിലുള്ള പാറകളൊക്കെയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് 30ഓളം വീടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇതിന്റെ മറുഭാഗത്ത് വേറെ പ്രശ്നങ്ങളില്ല. അപ്പുറത്തെ ഭാഗത്ത് ഈ വലിയ പ്രശ്നങ്ങളില്ല. ഈ ഭാഗത്താണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, സൈന്യം അകത്തേക്ക് നമ്മളിപ്പോൾ കാണുന്നത് അവർ കമ്പ് കൊണ്ട്, വലിയ പാര കൊണ്ട് ആ വീടിന്റെ ജനൽ ചില്ലുകൾ ഇളക്കി അതിനകത്തു കൂടി ഒന്ന് നോക്കുകയാണ്. ഒരു ഭാഗത്ത് ആ ചെളിയിൽ പുതഞ്ഞ വീടിന്റെ ആ ഭിത്തിക്ക് ഇടയിൽ ആ ജനൽ, ആ ചില്ലുകൾ ഈ കമ്പിപ്പാര കൊണ്ട് തകർത്ത് അതിനകത്തേക്ക് നോക്കുകയാണ്. ഒരു പക്ഷേ അവർ എങ്ങനെയായിരിക്കും ഇതിനകത്തേക്ക് കടക്കാനാവുക എന്നൊരു ശ്രമമാണ് ഈ ആദ്യഘട്ടത്തിൽ അവർ ഇപ്പോൾ നടത്തുന്നത്. ഇവിടെയും നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും ഈ നായ്ക്കൾ, അവരുടെ അതാത് വീടുകളിലെ നായ്ക്കളാവാം ഒരുപക്ഷെ, അവർ ആ ഭാഗത്ത് നിന്നും ഈ അനങ്ങാതെ മാറാതെ നിൽക്കുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ കുറച്ചൊരു ആശ്വാസമുള്ളത് മഴ ചെറിയ രീതിയിൽ ചിന്നി പെയ്യുന്നേ ഉള്ളൂ. മഴ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അടുത്ത ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ ഇത് ഈ സ്ഥലത്തിന്റെ മുണ്ടക്കൈയുടെ ഒരു ചെറിയ കവലയാണ്. ആ കവലയിൽ 2 നില കെട്ടിടമാണ് നമ്മൾ കാണുന്നത്. താഴ്ഭാഗം പൂർണ്ണമായും വലിയ മരത്തടികളും. ഇതായിപ്പോൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാനാവും. ഇതൊരു പച്ചക്കറി കടയാണ്. ഈ പച്ചക്കറി സാധനങ്ങളെല്ലാം ഇവിടെ ചിന്നിച്ചിതറി കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും അങ്ങനെയുള്ള ഈ ഒരു പലചരക്ക് കടയിലെ സാധനങ്ങളെല്ലാം ഇവിടെ താഴെ വീണിട്ടുണ്ട്. മറുഭാഗത്ത് വലിയ കൂറ്റൻ മരങ്ങൾ.
നേരത്തെ പറഞ്ഞത് മുഖശ്രീ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് അവിടെ മനുഷ്യന്റെ പറഞ്ഞത് മുഖശ്രീ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് അവിടെ ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ സൈനികർ ഈ വീട്ടിന്റെ അകത്തേക്ക് പോകുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ച രക്ഷാപ്രവർത്തകർ അങ്ങനെ ഒരു സൂചന പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിനകത്തേക്ക് കടക്കാനാകുമോ എന്നാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈനികർ ഇങ്ങോട്ടേക്ക് ഉപകരണങ്ങളുമായി എത്തി ആ വീടിനകത്തേക്ക് കടക്കാനാകുമോ ആ ഒരു താമസത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കുറച്ച് മുകളിലായി ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് കേൾക്കാൻ സംഭവിച്ചില്ല. കാരണം അത് ഉയരത്തിലാണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിന് താഴ്ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഇത് കാണുന്നത്. കൂടുതൽ ഉയരത്തിലാണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിന് താഴ്ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഇത് കാണുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകർ PG ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ അങ്ങാടി അവിടുത്തെ ഒരു ചെറിയ കവലയിൽ 2 നില കെട്ടിടമടക്കം ഒലിച്ചു പോയ ദൃശ്യങ്ങളാണ്. അവിശ്വസനീയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പേർ കസേരയിൽ മരിച്ചിരിക്കുന്നു. അത് നേരിട്ട് കണ്ടു എന്നാണ് നേരത്തെ സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞത്. അവരെ പുറത്തെടുക്കണമെങ്കിൽ ആ വീടിന്റെ ഭിത്തികൾ കോൺക്രീറ്റ് കട്ടറുകൾ അടക്കം ഉപയോഗിച്ച് തകർക്കണം. ഇപ്പോൾ ജനൽ തകർത്ത് ഉള്ളിലേക്ക് ഇറങ്ങി അവരെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. തൊട്ടടുത്തൊരു കെട്ടിടത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ട്. അവിടെയും ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ള അനുമാനമാണ് രക്ഷാപ്രവർത്തകർക്ക്. അവർ ആദ്യം അവിടെ എത്തി കിട്ടിയ വിവരങ്ങൾ സൈന്യത്തിന് കൈമാറുകയാണ്. സൈന്യവും രക്ഷാപ്രവർത്തകരും ഒന്നിച്ച് അവരെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. തകർന്നടിഞ്ഞു കിടക്കുന്ന വീടുകളാണ്. ഒരായുസ് മുഴുവൻ അവിടെ കുടിയേറി അധ്വാനിച്ചുണ്ടാക്കിയ ജീവിത സമ്പാദ്യം മുഴുവൻ തകർന്നടിഞ്ഞതിന്റെ ഒടുവിൽ അതിലെ ജീവനുകളും അതിലടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം. ഈ 10-30 വീടുകളെങ്കിലും തകർന്നു കിടക്കുന്ന നേർചിത്രമാണ് നൌഫലും മുബഷീറും നമുക്ക് നൽകുന്നത്. അതിന്റെ ഉള്ളിലൊക്കെ ജീവനുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ടാകുമോ, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ടാകുമോ, അതോ അവർ പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്ത ഇരു സ്ഥലങ്ങളിലേക്കും ഉയർന്ന സ്ഥലങ്ങളിലേക്കും കയറി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ? ഇവിടേക്ക് നൌഫൽ, ഒരു സംശയം, ഇവിടേക്ക് ആദ്യമായിട്ടല്ലേ ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്നത്? ആദ്യമായിട്ട് നമ്മൾ എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ആദ്യ ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ? തീർച്ചയായും PG, കാരണം ഇതാണ് യഥാർത്ഥത്തിൽ ആ കവലയും ആ പ്രധാനപ്പെട്ട സ്ഥലവും. ഇങ്ങോട്ടേക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം മുഴുവനായും എത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ചെയ്ത രക്ഷാപ്രവർത്തനം ഈ പുറത്ത് കാണുന്ന ഏതെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ, ആളുകൾ കുടുങ്ങിയത് കണ്ടെങ്കിൽ നിലവിൽ കേൾക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആളുകളെ രക്ഷിച്ചെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കുടുങ്ങി നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചില മെസ്സേജുകൾ ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടു പോയ ആളുകൾ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ ഇന്ന ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടെ ഈ പ്രദേശവാസികളും ഇവരെ പരിചയമുള്ള ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആളുകളെ പുറത്തെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തത്. അങ്ങനെ പലരെയും രക്ഷപ്പെടുത്തി. ഞാൻ രാവിലെ PGയോട് പറഞ്ഞതാണ്, ആ കാഴ്ച എന്റെ കണ്ണിൽ നിന്നും പോകുന്നില്ല. കാരണം 8 വയസ്സുള്ള ഒരു കുട്ടി മാത്രമാണ് 13 അംഗ കുടുംബത്തിൽ ബാക്കിയായത്. അവസാനം ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ഒരു സന്നദ്ധ പ്രവർത്തകൻ സധൈര്യം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? മൃതദേഹമുണ്ടെന്ന് കണ്ട വീട്ടിൽ നിന്നും അതേ PG, ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഈ തകർന്നു നിൽക്കുന്ന ആ വീടിന്റെ അകത്തേക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ കയറി ആ വീടിനകത്ത് 3 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരുടെ മൃതദേഹമാണുള്ളതെന്നാണ് ഇവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഒരാളെ അകത്തേക്ക് കയറ്റി മറ്റുള്ളവർ വരിവരിയായി നിന്ന് ഒരു വലിയ റോപ്പ് കൊണ്ട് ഇവർ പരസ്പരം പൊളിച്ച് ഒരാൾന്നുകൂടി ഉണ്ടാക്കി അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ ഇവർ ആദ്യം കാണാൻ വേണ്ടി അവരെ പുറത്തേക്ക് എടുത്തിട്ട് ഈ റോഡ്. നൗഫൽ പറഞ്ഞോളൂ. PG, സമാന്തരമായി മറ്റു വീട്ടിനകത്തും ആളുണ്ടോ എന്നൊരു പരിശോധന നടക്കുന്നുണ്ട്. ഒന്നാണെങ്കിൽ ഈ കോൺക്രീറ്റ് രക്ഷാപ്രവർത്തകരുടെ സമയം കടന്നു ചെല്ലാനുള്ളൊരു ശ്രമം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു 100ഓളം സൈനികർ ഈ രക്ഷാദൌത്യത്തിൽ കടന്നു ചെല്ലാനുള്ളൊരു ശ്രമം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു 100ഓളം സൈനികർ പൊളിച്ച് ചെറിയ ആൾന്നുകൂടി ഉണ്ടാക്കി സന്നദ്ധ പ്രവർത്തകരും സൈനികരും രക്ഷാപ്രവർത്തകരും ആ വീടിന്റെ ഉള്ളിലേക്ക് ഇടിച്ച് ആഴ്ന്നിറങ്ങുന്നു. തൊട്ടിപ്പുറത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിക്കുന്നു. വളരെ സങ്കടകരമായ കാഴ്ചയാണല്ലോ നൗഫൽ വരുന്നത്. തീർച്ചയായും PG, നേരത്തെ പറഞ്ഞതുപോലെ ആ വീട്ടിനകത്ത് 3 മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ചെറിയൊരു ആൾനൂഴി ഉണ്ടാക്കി. കാരണം ഒരു സൈഡിൽ നിന്നും താഴേക്ക് ഇരുന്നു പോയ കെട്ടിടമാണ്. അതിന്റെ മേൽക്കൂടെ നമ്മൾ കാണുമ്പോൾ പ്രശ്നം കാണില്ല. പക്ഷേ പൂർണ്ണമായും ആ വീട് ആ പ്രതലത്തിന്റെ താഴെ, അതായത് ഈ വെള്ളം കൊണ്ടുപോയത് അതിന്റെ അടിത്തറയാണ്. അടിത്തറ തെന്നി അത് ഇരുന്ന വീടാണ്. ആ വീട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. ഈ വീട്ടിനകത്ത് 2 പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടാ, ഈ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പേരുടെ ഉണ്ട്. തൊട്ടടുത്ത ഈ വീട്ടിൽ തന്നെ 4 പേരുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ആ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ആ വീട്ടിലത്തെ ആളുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ള ആളുകൾ 2 പേരുണ്ട്, ഇതിൽ 4 പേരുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ആ വീട്ടിലുള്ളവരെങ്ങനെ പോയി അവരെ ഫോൺ വിളിച്ചു നോക്കിയോ? ഫോൺ അതിനുള്ളിൽ ഞങ്ങൾക്ക് ഒന്ന് കിട്ടി. അതിന് ഞങ്ങൾ ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവർക്ക് അത് അവിടുന്ന് പിന്നെ ആ വീട്ടിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ഈ വീട്ടിലെ ആളുകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു 4 കഷ്ടവും കുറച്ച് ആളുകൾ കിട്ടി. 2 പേര്, ആ വീട്ടിൽ 4 പേര്, അങ്ങനെയാണ്. 4 പേര് മിസ്സിംഗ് ഉണ്ട്. ഇതിൽ 2 പേരുണ്ട്. ഒരാൾ കൂടി ഞങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ആളുകൾ. PG,
ഹൃദയഭേദകമായ വിവരങ്ങളാണ് ഇവർ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തൊട്ടടുത്തുള്ള ഒരു അവർ ഈ പ്രശ്നം രണ്ടാമത്തെ വീട്ടിൽ പരിശോധിച്ചപ്പോൾ അതിനകത്ത് രണ്ടുപേർ മരിച്ച നിലയിലാണെന്നാണ് ഇവർ പറയുന്നത്. മറ്റ് ഈ ചെറിയ വീട് തല വീട് ആ വീട്ടിനകത്ത് രണ്ടുപേർ സൈന്യം ആ ഭാഗത്തെ കൂടി തെറ്റുമാറിയിട്ട് അതിന് തൊട്ടടുത്ത് ഒരു വീട് പൂർണ്ണമായും ഇരുന്ന നിലയിലാണ് ആർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുകളിലുള്ള അതിന്റെ വീട് പൂർണ്ണമായും ഇരുന്ന നിലയിലാണ് ആർക്കും അതിന് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുകളിലുള്ള അതിന്റെ ഓട് ഇളക്കി നീക്കി ഒരാൾനൂഴി ഉണ്ടാക്കി ഒരാൾ ഇപ്പോൾ അകത്ത് കയറുന്നുണ്ട്. അങ്ങനെ അവരിൽ നിന്നും ആശയവിനിമയം നടത്തിക്കൊണ്ടൊരു പരിശോധനയാണ്. കനത്ത ഇരുട്ടായിരിക്കും അതിനകത്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ്. പക്ഷേ കൈമേയി മറന്നുകൊണ്ട് ഇവർ ഇത് ചെയ്യുകയാണ്. ഏറ്റവും സങ്കടകര ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരു പാറക്കല്ലുകളല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ ഒരു കോൺക്രീറ്റ് വീടിനകത്ത് രണ്ടുപേരും ഈ തൊട്ടപ്പുറമുള്ള ചെറിയ ഒരു വീടിനകത്ത് 4 പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സൈന്യം ഈ മേൽക്കൂര മാറ്റാനുള്ള നടപടികൾ കമ്പും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളുമായി മാറ്റി അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളുമായി മാറ്റി ഇവിടെ ഒരു പ്രതലം ഒരുക്കുന്ന നമ്മൾ കാണുന്നത്. അവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു, അതിന്റെ ഇരുവശങ്ങളുമായി വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, പച്ചക്കറി കടയുണ്ടായിരുന്നു, ഇരുനില കെട്ടിടം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പറയാനുള്ളത് പറയൂ നോഫൽ. പി.ജി. ഒരു പുതിയ വിവരം പറയാനുള്ളത്, നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഒരു ഓടിട്ട വീട്, ആ വീടിനകത്തേക്ക് കയറി ഒരു ആൾനൂഴി ഉണ്ടാക്കി കയറിയ ആൾ വേദനാജനകമായ വാർത്തയാണ് പറയുന്നത്. അവിടെയും ചിലർ കുടുങ്ങിക്കിടന്നുണ്ടെന്നാണ് അവർ കൈകൊണ്ട് ഉയർത്തി കാണിക്കുന്നത്. രണ്ടുപേർ ഇതിനകത്ത് ഉണ്ടെന്നാണ്. ആ വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൃശ്യത്തിൽ ഈ അകത്ത് കയറിയ ആൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അവർ അകത്ത് കയറി പരിശോധിച്ചപ്പോൾ അതിനകത്തും 2 പേരുണ്ടെന്നാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു വീട്ടിൽ 2 പേരും മറ്റൊരു വീട്ടിൽ 4 പേരും മറ്റൊരു വീട്ടിൽ 2 പേരും അങ്ങനെ മൊത്തം 8 പേർ ഇവിടെ തന്നെ കുടുങ്ങുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നത് അവർക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന ഉപകരണം കൂടി വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കോൺക്രീറ്റ് കട്ട് ചെയ്താൽ മാത്രമേ പൂർണ്ണമായും പുറത്തെടുക്കാനാകൂ. അതിനൊരു സജ്ജീകരണം എന്താണെന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്.